തത്വങ്ങൾ പലതും സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപേക്ഷിച്ചപ്പോഴാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചുവിടാൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ഗോർബച്ചേവിന് സ്ഥാപിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. അന്ന് ഗോർബച്ചേവ് പറഞ്ഞു, സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പരിഷ്കരണ തത്വങ്ങൾ അടിച്ചേൽപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്ലാസ് നെസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തുറന്ന ചർച്ച. അതുവഴി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാർക്ക് പാർട്ടിക്കകത്ത് വിമർശനം നടത്തുന്നതിന് പകരം പാർട്ടിക്ക് പുറത്ത് വിമർശിക്കാം. പാർട്ടി നേതാക്കന്മാരെ പാർട്ടി മെമ്പർമാർക്ക് പാർട്ടിക്ക് പുറത്തും വിമർശിക്കാമെന്നുള്ള സ്ഥിതിവിശേഷം സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവിഷ്കരിച്ചപ്പോൾ പാർട്ടി നേതൃത്വം വിമർശിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ലെനിനെതിരായിട്ടുള്ള വിമർശനമായും സ്റ്റാലിനെതിരായിട്ടുള്ള വിമർശനമായും ഒടുവിൽ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രീകൃത നേതൃത്വം തന്നെ ഇല്ലാത്ത നിലയിലേക്ക് ആ ഗ്ലാസ് നെസ്റ്റ് എന്നുള്ള പരിഷ്കരണം സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ തത്വങ്ങളെ തകർക്കുകയാണ് ചെയ്തത്. ഈ ആശയം ലോകത്താകെയുള്ള കമ്മ്യൂണിസ്റ്റുകാരിൽ ആവേശിപ്പിക്കുവാൻ മുതലാളിത്ത മാധ്യമങ്ങൾ ലോകം മുഴുവൻ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരികയായിരുന്നു.